അലീനയുടെ രഹസ്യം വൈജ മനസ്സിലാക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, വൈജയ്ക്കാണെങ്കിൽ ഇപ്പം ഒരേ ഒരു ലക്ഷ്യമുള്ളൂ: അലീനയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും പുറത്താക്കണം. പുറത്താക്കിയതിന് ശേഷം തൻ്റെ അധികാരം വീണ്ടെടുക്കണമെന്നൊരൊറ്റ ചിന്ത. അതിനായിട്ട് വൈജയന്തി പൊരുതാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയം ഗോവർദ്ധൻ അവിടെ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗോവർദ്ധൻ ബാലചന്ദ്രൻ്റെ നാവിൽ നിന്നും ആ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതോടെ വൈജയ്ക്കെതിരായി ഇപ്പം ഒരുപാട് പേർ നിൽക്കുന്നുണ്ട് എന്ന് കാണാം. എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ അലീനയോട് ഇത്രയും സ്നേഹം കരുതലും കാണിക്കുന്നത് എന്നുള്ള ഉത്തരം ഗോവർദ്ധന് ഇന്നത്തോടെ ലഭിക്കുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും. ഇവിടെ വൈജയന്തി അലീനയെ പുറത്താക്കാനുള്ള ഒരുക്കത്തിൽ കടപ്പാട്ടൂർ വീട്ടിൽ വന്ന് നിലയുറപ്പിക്കുമ്പോൾ, പുറത്തിറങ്ങി പോടി എന്ന് പറയുമ്പോൾ, ഒടുവിൽ അതാ അവൻ്റെ കടന്നുവരവാണ്. 23 വർഷം മുമ്പ് നഷ്ടപ്പെട്ട തൻ്റെ മകളെ ചേർത്ത് പിടിക്കാനായിട്ട് സ്റ്റാൻലി ജോസഫ് കടപ്പാട്ടൂർ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഇതേ സമയം അലീനയെ വാരിപ്പുണരുന്ന സ്റ്റാൻലി ജോസഫിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റാൻലി അലീനയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്: മോളെ, ഞാനാണ് നിൻ്റെ അച്ഛൻ എന്ന്. ഇതേ സമയം അച്ഛൻ തൻ്റെ കൺമുൻപിൽ നിൽക്കുന്ന അലീനയാണെങ്കിൽ അച്ഛ എന്ന് വിളിക്കുമ്പോൾ സ്റ്റാലിൻ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ കേട്ടോ. ഇതേ സമയം ബാഗൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന വൈജ ഞെട്ടിപ്പോകുന്നു സ്റ്റാലിനെ കണ്ടതും. ഇതേ സമയം സ്റ്റാലിൻ അലീന ആരാണെന്ന് തിരിച്ചറിയുന്നത് കാണാം. സ്റ്റാലിൻ അല്ല, നമ്മുടെ വൈജ ആരാണ് അലീന എന്ന് മനസ്സിലാക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.